സോ ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു RS Lite ഗെയിമിംഗ്. സോ ഗേസ്, ഞാൻ ഇന്നൊരു ബാഡ് ന്യൂസൊക്കെ കണ്ടിട്ടിരിക്കുകയാണ്. ബാഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഗേസ്, ഞങ്ങളുടെ സിറ്റിയിൽ നിന്ന് കുറേ ബൈക്കും കാര്യങ്ങളൊക്കെ മോഷണം പോയെന്നാണ് ഗേസ് ഇവർ പറയുന്നത്. സമയം ഇപ്പോൾ രാവിലെയാണ് ഗേസ്. സോ നമുക്ക് ഇന്നത്തെ പരിപാടി ചുമ്മാ വെളിയിലൊക്കെ പോയിട്ട് കറങ്ങി അടിച്ചിട്ടൊക്കെ വരാം ഗേസ്. സോ ഗേസ് ലെറ്റ്സ് ഗോ. ഇതാ എന്നെ ആരാ വിളിക്കുന്നത്? ഹലോ, ആരാ? ഇത് ഞാനാ, ജാക്ക്. നീ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് വീട്ടിലോട്ട് വാ. ഹലോ ഹലോ ഗൈസ്, ജാക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഗൈസ് പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലാൻ. ചിലപ്പോൾ അവൻ്റെയും ബൈക്ക് മോഷണം പോയി കാണും. സോ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, ജാക്കിൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ട് കാണാം. ഗൈസ്, ജാക്കിൻ്റെ വീട്ടിലോട്ട് എടുത്തിട്ടുണ്ട്. അവൻ്റെ ബൈക്ക് ഇവിടെ ഇല്ല ഗൈസ്. അപ്പം ചിലപ്പം പിന്നെ അവൻ്റെ ഡിഫൻഡറും ഇല്ല. ചിലപ്പോൾ അവൻ്റെ മോഷണം പോയി കാണും ഗൈസ്. സോ ഗൈസ്, എന്നെ എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ സഫാൻ്റെ കൂട്ടുകാരനാണ് ജാക്ക്. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്തിനാണ് അവൻ്റെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടതെന്ന്. അത് ഞാൻ തന്നെയാണ് ഗൈസ്. കാരണം അവനെ ഞാൻ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്നത് ബൈക്ക് മോഷ്ടിക്കാനാണ്. ഗേസ് ആ ന്യൂസിൽ കാണിച്ചത് അത് ഞാനാണ് ഗേസ്. പക്ഷെ അത് ഈ നാട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല. ഞാൻ ചില സയൻറ്റിഫിക് രീതിയിലാണ് ബൈക്കും കാര്യങ്ങളൊക്കെ മോഷ്ടിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഇങ്ങനത്തെ സൂപ്പർ ബൈക്സ് എല്ലാം പോയിൻ്റ് ചെയ്യുന്നതാണ് എൻ്റെ എയിം ഗൈസ്. സോ ഇത് കണ്ടോ, ഇത് സെലസ്റ്റനാറാണ്, സഫാൻ്റെയാണ്. ഇവിടെയുള്ള ഏറ്റവും എക്സ്പെൻസീവ് ബൈക്സ് എല്ലാം ഒന്നാണ് ഗൈസ് ഇത്. പിന്നെ സോ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, ഇതിന് ഗോഡൗൺ കൊണ്ടുവരണം. നമ്മുടെ വണ്ടി വിടിരിക്കട്ടെ. സോ ലെറ്റ്സ് ഗോ ഗൈസ്. സോ ഗൈസ്, ഗോഡൗണിൽ എത്തിയിട്ടുണ്ട്. ഗോഡൗൺ ഒന്നും പറയാൻ പറ്റത്തില്ല, ഒരു ഓപ്പൺ ഏരിയ ആണ്. ഇവിടെ ഞാൻ ബൈക്ക് കൊണ്ടുവന്ന് നോക്കും. പിന്നെ ബോസ് എടുത്തുകൊണ്ട് പോകും ഗൈസ്. പിന്നെ എൻ്റെ പേടി ഇത് അവന്മാർ അറിയുമോ എന്നാണ് സഫാൻ, കാരണം അവൻ സെലിബ്രിറ്റിയാണ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, നമ്മുടെ ഡിഫൻഡർ അവൻ്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് ഞാൻ ജാക്കിൻ്റെ വീട് ഫുൾ അന്വേഷിച്ച് ഗൈസ്. അവൻ ഇവിടെ ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് എന്നാൽ ഇവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ്. അവൻ വരുമായിരിക്കും, ചിലപ്പോൾ കടലെല്ലാം പോയതായിരിക്കും. സോ ലെറ്റ്സ് വെയിറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, അവരിപ്പോൾ രാത്രി ആയിരിക്കുകയാണ്. അവൻ്റെ ഒരു പൊടി പോലും ഇല്ല ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എൻ്റെ വീട്ടിൽ കയറി കടന്നേക്കാം ഗൈസ്. സോ ഗൈസ്, ഞാൻ ജാക്കാണ്. അപ്പം ഞാൻ എൻ്റെ ഡിഫൻഡർ എടുത്തിട്ടുണ്ട്. ഇപ്പം സഫാൻ ഏതായാലും എൻ്റെ വീട്ടിൽ കാണും, കാരണം അവൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് നല്ല രീതിയിൽ അറിയാം. അവൻ്റെ ഒരു പൊട്ടനാണ് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് ഇനിയും ആൽവിൻ്റെ വീട്ടിലോട്ട് പോകണം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഇപ്പോൾ ആൽവിൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ആൽവിൻ മീൻസ് ഷാഡോ സ്ട്രൈക്കർ, അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ. സോ ഇതും ഒരു എക്സ്പെൻസീവ് ബൈക്കാണ്. സോ നമുക്ക് ഇത് അവൻ്റെ ഫേവറേറ്റ് ബൈക്കാണ് ഗീസ്. അപ്പോൾ ഇതും നമുക്ക് മോഷ്ടിക്കാം ഗീസ്. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ബോസിനെ വിളിച്ച് പറയണം. ഓക്കെ ഗീസ്, അപ്പം ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബോസിനെ വിളിക്കാം. ഹലോ ബോസേ, ഞാൻ അവിടെ ഒരു ബൈക്ക് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടായിരുന്നോ? ഓക്കെ, ഞാൻ അടുത്ത ബൈക്ക് കൊണ്ടുപോയി വെക്കാം. സോ ഗീസ്, മങ്കൂസ് ബോസിനെ വിളിച്ചിട്ടുണ്ട്. സോ ബൈക്ക് കൊണ്ടുപോയി അവിടെ വെക്കാം ഗീസ്. സോ ഇനി നമുക്ക് ഗോഡൗണിലോട്ട് എത്തിയിട്ട് കാണാം. ഗീസ്, ഗോഡൗണിലോട്ട് എത്തിയിട്ടുണ്ട്, ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ഗീസ്. ഇത് മറിഞ്ഞിട്ട് താഴെ വീണ് ആസ് ചെയ്യണമെന്നില്ല ഗീസ്. മങ്കൂസ് ബോസ് അതൊക്കെ റെഡി ആയിക്കോളും. സോ ഗീസ്, ഇവിടെ ഒരു ഓട്ടോക്കാരൻ താമസിക്കുന്നുണ്ട്. അവൻ എപ്പോഴും ഇവിടെയാണ് ഓട്ടോ എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഓട്ടോ എടുത്തിട്ട് പോകാം. പിന്നെ എൻ്റെ കയ്യിൽ എല്ലാത്തിൻ്റെയും കീ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് കീ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഓട്ടോ എടുക്കാൻ പെട്ടെന്ന് പോയിട്ട്. സോ ഗൈസ്, ഇത് നമ്മുടെ ശശിയണ്ണൻ്റെ ഓട്ടോ ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, ഈ ശശിയണ്ണൻ്റെ ഓട്ടോ എടുത്തിട്ട് ഷാഡോ സ്ട്രൈക്കറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിടാം. സോ അപ്പം അവൻ വിചാരിക്കും ശശിയണ്ണനാണ് എൻ്റെ ബൈക്കൊക്കെ മോഷിച്ചതെന്നാണ്. സോ പിന്നെ അവർ സംസാരിക്കാൻ യാതൊരു വഴിയുമില്ല. പിന്നെ അവരുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവന്മാർ ഇവർക്ക് കട്ട സപ്പോർട്ടാണ് ഗൈസ്. സോ ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുന്ന് ഡിഫൻഡറും കാര്യങ്ങളൊക്കെ എടുക്കാം ഗൈസ്.
ഡിഫൻഡർ എന്ന് വെച്ചാൽ നമ്മുടെ ഡിഫൻഡറാണ്. അപ്പം ഇപ്പോൾ വീട്ടിൽ പോയാൽ സീനായിരിക്കും. അതായത് സഫാൻ അവിടെ കാണും ഗീസ്, സഫാൻ അവിടെ കാണും, നമ്മളെ കണ്ട വിഷയമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം ഗീസ്, ടെൻറ്റിലോട്ട് പോവാം. ടെൻറ്റിലോട്ട് എത്തിയിട്ട് കാണാം ഗീസ്. ടെൻറ്റ് എന്ന് വെച്ചാൽ ഒരു റാമ്പിൻ്റെ താഴെ, അതുകൊണ്ട് അതാണ് അവിടെ വലിയൊരു ഹോളുണ്ട്, അവിടെ താമസിക്കാനുള്ള സ്ഥലമൊക്കെയാണ്. സോ അവിടെ എത്തിയിട്ട് കാണാം ഗീസ്. സോ ഗീസ് ടെൻറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ വിഷയമായി, കാരണം എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഹോട്ടലെല്ലാം അടച്ച് ഗീസ്, കാണാൻ രാത്രി 1 മണിയായി, തട്ടുകര പോലും തുറന്നിട്ട് കാണത്തില്ല ഇവിടെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, താഴെ എല്ലാം കടന്ന് ഉറങ്ങാം ഗീസ്. ഇപ്പോൾ അവൻ ബെഡിൻ്റെ മുകളിൽ ഏച്ചിട്ട് കിടക്കുകയായിരിക്കും ഗീസ്. ആറാ രാത്രി വിളിച്ച് ശല്യം ഉണ്ടാക്കുന്നേ? ഗേസ്, അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ട് പറഞ്ഞു, അതായത് എൻ്റെ വീട്ടിലെ ബൈക്ക് മോഷണം പോയെന്ന് ഗേസ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. സോ ഗേസ് അവിടെ എത്തിയിട്ടുണ്ട്. സോ ഗേസ് അങ്ങ് ഇങ്ങനെ ഡ്രൈവ് ചെയ്തപ്പോൾ ഏകദേശം രാവിലെയായി ഗേസ്. ഗേസ് അവൻ പറഞ്ഞ കള്ളമാണെങ്കിൽ ഞാൻ അവനെ തിരിച്ചു വിളിക്കും ഗേസ്. നമ്പർ സേവ് ചെയ്തിട്ടില്ല, പക്ഷേ അവൻ ഇന്ന് വിളിച്ചതിൻ്റെ ഒരു ഇതേ അതൊക്കെ പോട്ട്. ഗേസ് നമ്മുടെ ഡിഫൻഡർ ഒരു പണി തന്നെ വന്നിട്ടുണ്ട്. വെയിറ്റ് ഗേസ്, എൻ്റെ റെസ്റ്റോറൻറ്റാരോടെ കാണുന്നില്ലല്ലോ ഗേസ്. ഇനി ജാക്കാണോ അത് മോശം? ചിലപ്പോൾ ഒരു പണി തരാൻ നല്ല സാധ്യതയുണ്ട് ഗേസ്. ജാക്കാണെന്ന് ഉറപ്പാണോ? ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, എസ് ഐ മാധവൻ്റെ അടുത്ത് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാം ഗേസ്. സോ വണ്ടി എടുക്കാം. അപ്പം നമുക്ക് ജാക്കിനെ ഒന്ന് വിളിക്കാം ഏതായാലും. ഗേസ് ജാക്ക് ഫോൺ എടുക്കുന്നില്ല ഗേസ്, എനിക്കൊന്ന് പ്രൂഫായെന്ന് തോന്നുന്നു ഗേസ്. ഒന്നും കൂടെ വിളിക്കാം. ഇല്ല ഗേസ്, ജാക്ക് ഫോൺ എടുക്കുന്നില്ല. അപ്പം ഇനി നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം, അതാണ് നല്ലത്. അപ്പം ഇപ്പം ഏതായാലും ഉറപ്പായി, ബിക്കോസ് എനിക്ക് വേറൊരു മെസ്സേജും കൂടെ കിട്ടിയായിരുന്നു. സോ ഗേസ് പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്കിനി എസ് ഐ മാധവൻ്റെ അടുത്തോട്ട് പോവാം. സോ ലെറ്റ്സ് ഗോ ഗേസ്. നമുക്ക് പോലീസ് സ്റ്റേഷനകത്തോട്ട് കയറാം ഗേസ്. ഗുഡ് മോർണിംഗ് സാറേ. സോ ഗേസ് നമുക്കിനി എസ് ഐ മാധവനെ കാണാം. ഹലോ സഫാനെ, അകത്ത് പോകട്ടെന്ന്. സാറേ ഞാൻ വരുക. എന്തോ മോൾക്ക് വാടിയിരിക്കുന്നത്? സാറേ ആ ബൈക്ക് മോഷ്ടിക്കുന്നവനെ ഞാൻ കണ്ടുപിടിച്ചേ. എന്ത്? ആരത്? അത് ജാക്കാണ്. അത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ടാണ് പറഞ്ഞത്, അത് അവൻ കണ്ട്. അപ്പം നിനക്കത് ഉറപ്പാണോ? കാരണം ചിലവന്മാർ പണി തരും. അല്ല സാറേ, ഇത് ഉറപ്പാണ്. കാരണം എനിക്കൊരു മെസ്സേജ് കിട്ടിയായിരുന്നു, എൻ്റെ വീടിൻ്റെ അടുത്തൊരു ബ്ലാക്ക് ഡിഫൻഡർ കിടപ്പുണ്ട്. പിന്നെ ഞാൻ അവനെ പല പ്രാവശ്യം വിളിച്ചിട്ട് അവൻ എടുത്തില്ല. അപ്പോൾ സാറേ ഇതിൽ നിന്ന് ഉറപ്പിക്കാം. അപ്പം ഞങ്ങളൊരു കാര്യം ചെയ്യാം, കേസ് അന്വേഷണം ഞങ്ങൾ തുടങ്ങിക്കോളാം. നീ ഒരു കാര്യം ചെയ്യും, നീ വീട്ടിലോട്ട് പോയിക്കോ. അപ്പം എല്ലാം ഞങ്ങൾ പോയിക്കോളാം, സെറ്റ് ആയിട്ടുണ്ട്. അപ്പം പോയിക്കോ. ഓക്കെ സാറേ, താങ്ക്സ്. പക്ഷെ അത് ചെയ്യാൻ ഉറപ്പല്ലേ? ആണ് സാറേ. പിന്നെ ഷാഡോസ്ട്രൈക്കറിൻ്റെയും വണ്ടി മോഷണം പോയെന്ന് കേട്ടു. അത് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് പറഞ്ഞത്. അത് അവൻ്റെ ഒരു ഫേവറേറ്റ് ബൈക്കാണ്. പിന്നെ ബൈക്കിനെ മാത്രമാണ് എന്നെ പോയിന്റ് ചെയ്യുന്നത് അറിയാമല്ലോ, എക്സ്പെൻസീവ്. സോ ഇതൊക്കെ ഷാഡോസ്ട്രൈക്കർ ഇവിടെ ഇല്ലാത്ത ഭാഗ്യം, അവൻ നോർവേയിലൊക്കെ പോയേക്കാണ്. അപ്പം അവൻ്റെ ഫേവറേറ്റ് ബൈക്കാണ്, അറിഞ്ഞാൽ അവൻ കരഞ്ഞു പോവും. ഓക്കെ എടാ, നീ ഏതായാലും പോയിക്കോ. ഓക്കെ ഗേസ്, എല്ലാം ഓക്കെ. ഓക്കെ, അപ്പം ഗേസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഗേസ് ഇത് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പം ഇനിയും ഇതിൻ്റെ പാർട്ട് 2 ആണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ലൈക്ക് ടാർഗറ്റ് 5, എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. റൂട്ട് 150 ആണ്. സോ ഗേസ് അപ്പം അടുത്ത പാർട്ടി കാണാം. അപ്പോഴത്തേക്കും ഗുഡ് ബൈ. സോ ബൈ.